ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. മുഴുവനായിട്ടൊന്നും ഇല്ല, കുറച്ച് സമയത്തെ കുറച്ച് കാഴ്ചകൾ മാത്രം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. കാണുന്നതിന് മുൻപ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ അച്ഛന് വേഗം പോകേണ്ടതുകൊണ്ട് ഞാൻ ചായ ആക്കി, ബാക്കിയുള്ളതൊക്കെ അമ്മ ആക്കിക്കോളും. ഞാൻ അതും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റമടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നനഞ്ഞിട്ടുള്ള നല്ല ഉണങ്ങിയിട്ടാണ് മുറ്റമുള്ളത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനേ തോന്നില്ല, കാരണം ഒന്നും അടിച്ചു വരൽ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ വലിയൊരു കച്ചറകളൊന്നും മുറ്റത്തില്ല, എന്നാലും ഫുള്ളായിട്ട് അടിച്ചു വാരും. അപ്പോൾ ഓരോ ദിവസം ഓരോ ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങുക. ഇന്ന് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ നാളെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് തുടങ്ങും. അതിനൊരു പ്രത്യേക കണക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മുറ്റത്ത് വലിയ കച്ചറകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേഗം വേഗം അടിച്ചു വാരി കഴിയുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിലെ ഇങ്ങനെ വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം ഉള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയില്ല. ഇവിടെ ചെരുപ്പ് ഇങ്ങനെയാണ് വെക്കുക. ഇതിവിടുത്തെ അമ്മ കാണിച്ചു തന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളും ഇവിടെ ചെരുപ്പ് ഇങ്ങനെ നേരെ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെക്കും. അത് എന്താണെന്നറിയില്ല, പക്ഷെ അത് കാണാനൊരു സുഖമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡ്രയറിലിട്ട്, പിന്നെ കല്ലുമെന്ന് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. എൻ്റെ നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അവിടെ നിന്ന് അലക്കട്ടെ. എൻ്റെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് വരുമ്പോൾ അമ്മ പുട്ട് ചുടുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട്, അങ്ങനത്തെ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ പോയത് സാൻവിനെ വിളിക്കാനാണ്. അപ്പോൾ ഞായറാഴ്ചയല്ലേ അമ്മയെ, ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അധികം നേരം ഉറങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും പിന്നെ എണീക്കാൻ. അപ്പോൾ വേഗം എണീച്ച് കുളിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ പോയത് വസുവിൻ്റെ അടുത്താണ്. വസുവിനെ എണീപ്പിക്കാൻ പോയതല്ലായിരുന്നു. വസു എന്തോ എൻ്റെ സൗണ്ട് കേട്ട് വസു എണീറ്റ്. അപ്പോൾ വസു ഇന്ന് നല്ല മൂഡിലാണ്. വസുവിൻ്റെ മൂഡ് പോലെ ഇരിക്കും എൻ്റെ ഓരോ ദിവസവും. നല്ല മൂഡിലാണെങ്കിൽ അന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകും. വസു എണീറ്റ് വരുന്നതേ കരച്ചിലോടുകൂടി ആണെങ്കിൽ അന്ന് വളരെ അലമ്പായിരിക്കും. അപ്പോൾ വസുവിന് പുട്ടും ചെറുപയറും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വസുവിന് കുറച്ച് ഓട്സ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ടില്ല. വസു അപ്പോഴത്തേക്കും പപ്പേൻ്റെ അടുത്ത് പോയി. ഇനി വസുവും പപ്പയും ആയിട്ടുള്ള കുറച്ച് സമയങ്ങളാണ്. ഈ സമയത്ത് വസുവിനെ ഞാൻ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അധികം എന്നല്ല, തീരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വസു കളിയിലായിരിക്കും. അപ്പം ഭവീച്ച് അവിടെ നിന്ന് അടിച്ച് വരുന്നുണ്ട്. വസുവും പപ്പയും കൂടെ രാവിലത്തെ നടത്തത്തിലാണ്. അപ്പം വസു ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെയിലാകുമ്പോൾ വസു തിരിഞ്ഞ് നടക്കും. വസുവിന് കാല് പൊള്ളിയിട്ടോ എന്താണെന്നറിയില്ല, അതാ വസു തിരിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ അമ്മ പല്ല് തേക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ഒരു സാമട്ടായിരിക്കും, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും ഒരു തിരക്കില്ലാത്തത് കൊണ്ട് എല്ലാവരും ചായ ഒന്നും കുടിക്കാണ്ട് തന്നെ വാതിക്കലിൽ ഇങ്ങനെ നിന്നിട്ട് വർത്തമാനം പറയുക, ഇത് തന്നെ. അപ്പോൾ എത്ര നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും ഞായറാഴ്ചകളിൽ വളരെ ലേറ്റ് ആയിട്ടല്ലായിരിക്കും ചായ എല്ലാം കുടിക്കുക. അപ്പം വസുവും പപ്പയും ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്മ പല്ല് തേക്കുന്നു. ഞാൻ അന്നേരം വീടിൻ്റെ എല്ലാം വീഡിയോ എല്ലാം ഒന്നും ഇങ്ങെടുത്ത്, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം ഒരു രസം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാൻഡി മോള് എണീറ്റ് വന്നിന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചൊന്ന് സ്റ്റൈലാക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞു എന്നാലാ എല്ലാവരും കാണുള്ളൂ. അപ്പോൾ ഇവളെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഒരാളിങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുപോകണം. ഓണായിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭവീച്ച് കുറച്ചധികം സേവന ഭാരത്തിലാണ്. അപ്പോൾ പപ്പയും വസുവും കൂടെ ബൈക്കിൻ്റെ മുകളിൽ സവാരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് എത്തിക്കോളും. അപ്പോൾ ഞാനും അമ്മയും സാൻവിയും വാതിക്കൽ ഇങ്ങനെ നിന്ന്, സാൻവി അപ്പോഴത്തേക്ക് പൈപ്പെല്ലാം എന്തോ പൊട്ടിച്ച് വെച്ച്. ഇനി അടുത്ത എൻ്റെ ടാസ്ക്, ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മൂത്ത സാറിനെ എണീപ്പിക്കുന്നതാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എണീറ്റ് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി അടിച്ചെല്ലാം വാരി. കാരണം ലാലോട്ടെ എണീറ്റ് വന്ന് കുളിച്ചിട്ട് വേണം എല്ലാവർക്കും കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ. നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കാൻ ശ്രമിക്കും.
കാരണം അതൊരു രസമാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചായ കുടിക്കുക, ചോറ് തിന്നുക എന്നെല്ലാം പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. ആരെങ്കിലും ഇല്ലെങ്കിലെല്ലാം ചെയ്യുമെന്നല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കൽ തീരെയില്ല. അപ്പോൾ ഇതിപ്പോൾ വസുവിന് ഓട്സ് കൊടുക്കുന്നതാണ്. വസു ഏതോ ഒരു രീതിയിൽ കസേര ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ കസേര വരുന്നുമില്ല. ഓൻ വിചാരിച്ച രീതി എനിക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പോൾ ഇത് നാടോടി നൃത്തത്തിൽ വീണ് കരയുന്നത് പോലെ വസു കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഏതൊരു പാട്ട് സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ വസു മെല്ലെ മാളത്തുനിന്ന് എണീറ്റ് പൊന്തി നോക്കുന്നുണ്ട്. പിന്നെ അങ്ങ് സെറ്റായിപ്പോയി. വസു വിചാരിച്ച പാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വസു എൻ്റെ മടിയിൽ വന്നിരുന്ന് നല്ല കുട്ടിയായിട്ടിരുന്നിട്ട് ഓട്സ് കുടിക്കുന്നുണ്ട്. വസു വിചാരിച്ച പാട്ട് സ്ഫടികത്തിലെ പരുമലച്ചെരുവിലെ പാട്ടായിരുന്നു. വസു ഇപ്പോഴേ ഇങ്ങനത്തെ നല്ല സ്റ്റൈലിഷ് പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ മോള് പോയി കുളിച്ച് വന്ന്. അപ്പോൾ സാമിയാവാൻ മാലയിട്ടതിന് ശേഷം സാൻവി മോളെ ഞാൻ എങ്ങനെയെങ്കിലും രാവിലെ എണീപ്പിച്ച് കൃത്യമായി കുളിപ്പിക്കാൻ നോക്കും. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശീലമാണ്. അപ്പോൾ അതങ്ങനെ നടന്നു പോവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓരോ ഭസ്മക്കുറിയെല്ലാം തൊട്ട് ജഗ്ഗിലൊക്കെ വെള്ളമെല്ലാം നിറച്ച് ഇവിടെ എത്ര കസേര ഉണ്ടെങ്കിലും മേശേൻ്റെ മേലെ സ്ഥലം ഉണ്ടെങ്കിലും സാൻവി മോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇതിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് ആരും പേടിക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണ്, എത്ര വിഭവങ്ങളുണ്ടെങ്കിലും മിക്സ്ചറോ പൊട്ടിയാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കണ്ടാൽ ഞാനതെൻ്റെ പ്ലേറ്റിൽ എടുത്തിടും. അപ്പോൾ ലാലോട്ടനും ഞാനും സാൻവിയും അമ്മയും ഇരുന്നിട്ട് ചായ കുടിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പല കഥകളും പറയും, പല കാര്യങ്ങളും പറയും. ഞാനിങ്ങനെ മിക്സ്ചർ എടുക്കുന്നതിനെല്ലാം ചീത്ത പറയും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാലോട്ടന് വലിയ താല്പര്യമില്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, കാരണം ഞാനല്ലേ കഴിക്കുന്നത്. അപ്പോൾ സാൻവി ഇങ്ങനെ ഓരോ കോമഡികൾ പറയുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അമ്മ അകമെല്ലാം ഒന്നും കൂടെ അടിച്ചു വാരി, ഭക്ഷണം കഴിച്ചെടുത്തിൽ അടിച്ചു വാരി, ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി വെച്ച്. ഇനിയിപ്പോൾ ഒരു ഉച്ച വരെ ആരും ഈ അടുക്കള ഭാഗത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കാഴ്ചകൾ.